യഥാർത്ഥത്തിൽ മരണം എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച നാടൻ ഭാഷ ആ മൗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിന്റെ ബന്ധം അവന്റെ ജഡവുമായി അവസാനിപ്പിക്കുന്ന ആ സമയത്ത് ആ മരണം എന്നതിന്റെ പേരിൽ ഉണ്ടാകുന്നത് അതാക്കുന്നുണ്ടാകാം. അത് നല്ല സ്വാലിഹായില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൃശ്യം തങ്ങളുടെ ജീവിതാനുഭവം എന്റെ മാറിലേക്ക് കിടന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹാ മഹദി അവர்கள் നോക്കിക്കണ്ട ആ രംഗം കണ്ടിട്ട് ആയിഷ റളിയല്ലാഹു പറയാ, സക്കറാത്തുൽ മൗത്തിന്റെ എളുമ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന ആ സമയം കണ്ടതോടുകൂടെ എനിക്കതിൽ നിർഭയത്വമില്ല, എനിക്കതിൽ ആരെ സംബന്ധിച്ചും ഒന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കറാത്തുൽ മൗത്തിനെ ലളിതമാക്കുന്നതിൽ വെച്ച് ഏറ്റവും ലളിതമാക്കപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ എന്ന് തന്റെ ഹബീബിലാണല്ലോ, അഷ്റഫുൽ ഖൽഖിലാണല്ലോ. ആ ഹബീബ് തന്നെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ആയിഷ നിവേദനം ചെയ്യുന്നുണ്ട്, അന്നഹു കാന ഇൻദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദഹു മിൻ മാഇൻ ഇൻദൽ മൗത്ത്. മരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ അടുക്കൽ ഒരു കോപ്പയുണ്ട്, ഒരു രണ്ടാൾക്ക് വെള്ളം കൊള്ളുന്നത് പാത്രം, ആ പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളം അടുത്ത് നിൽക്കുമ്പോ മുത്തുനബി തങ്ങൾ അവിടത്തെ കയ്യിൽ ആ വെള്ളത്തിന്റെ പാത്രത്തിലിട്ടിട്ട് എന്റെ മുഖത്തെ അവിടെ നിന്ന് തടയുകയാണ്, വെള്ളം കൊണ്ട് തണുപ്പിക്കുകയാണ്. തണുപ്പിക്കുന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വയഖൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖദ്ദിം അലാ മുഹമ്മദിൻ സകറാത്തുൽ മൗത്ത്. പഠിച്ചോനെ, ഈ മുഹമ്മദിന് മരണത്തിന്റെ ഭീകര വേദന, മരണത്തിന്റെ ഭീകരമായ അവസ്ഥ, അതിന്റെ അവസ്ഥ ലളിതമാക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ എന്റെ ബാപ്പ അങ്ങ് വേദനിക്കുന്നത് കാണുമ്പോ എന്റെ നെഞ്ചിലാണ് വേദന ബാപ്പ, എനിക്ക് വേദനയാകുന്നു ബാപ്പ, എനിക്ക് വേദനയുണ്ട് ബാപ്പ എന്ന് സ്വന്തം മകളിൽ രംഗം കണ്ടുകൊണ്ട് പറയുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവരെ മാറിലേക്ക് കൂട്ടിയിട്ട് പറഞ്ഞത് വേദനയില്ലെന്നല്ല, വേദനയില്ലെന്നല്ല, ഇങ്ങനെയുള്ള പരിഗണനമെന്താ ഉറക്കമില്ലാത്ത അല്ലാഹു തആല കൂടെ എന്റേത് തീർത്തു പൊന്നാര മോളെ, ഇനി നിന്റെ വാപ്പാക്ക് വേദനയില്ല, വേദനയുള്ളൂ, ഇനി വേദനയില്ല. ഈ വേദന അല്ലാഹുവിന്റെ ഹബീബിനും പോയില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വേദനയുടെ സക്കറത്തും ആ സമയത്ത് ശിദ്ധത്തും അത് വേദനയുടെ ആവണമെന്നില്ല. മരണത്തിന്റെ ആ സമയത്ത് പ്രാണം, മരണത്തിന്റെ ആ സമയത്ത് ഒന്ന്, മരണത്തിന്റെ ആ സമയത്ത് മനസ്സിൽ നിറഞ്ഞുള്ള വേദാതി പരിഭ്രമം, ആ പരിഭ്രമത്തിന്റെ ഭീകരാവസ്ഥക്ക് കൃത്യമായ ഒരവസ്ഥ ഈ പ്രയാണത്തിൽ നമുക്ക് അനുഭവിക്കാനില്ല. 300 വാളുകൊണ്ടുള്ള വെട്ട് ഒരേ സമയത്ത് വേദനയായി വരുന്നുണ്ടെങ്കിൽ അതാണ് മരണത്തിന്റെ വേദനയെന്ന് ഇബ്ബജനങ്ങളിൽ പലരും പറഞ്ഞ മഹത്വജനം ശ്രദ്ധിച്ചാൽ അത് കുറയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന വേദനകളിൽ വെച്ച് ഏറ്റവും വലിയ വേദന നിങ്ങളോർക്കുകയും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തല്ലേ വെട്ടുകെട്ടു, ആ ഭാഗത്ത് വെട്ടുകെട്ടുമ്പോ ഊഹുള്ളപ്പോഴല്ലേ ആ വേദന അനുഭവിക്കും. റൂഹില്ലെങ്കിൽ വെട്ടുമ്പോ വേദനല്ല. ആത്മാവില്ലാത്ത ജടുക്കുമ്പോ സൂചി കൊണ്ട് കുറ്റാവല്ലോ ഉണ്ടോ? ഇല്ല. അൽപ്പാടൊന്നും അറിയിച്ചാൽ പോലുമില്ലല്ലോ. അപ്പൊ ഊഹം കുറയാനില്ല. ഊഹുണ്ടാകുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുത്തും നോവേൽക്കുന്നത് ആ ഊഹിനെ കൊണ്ടാണ് ശരീരവാസകളെ വേദനയായി അറിയുന്നതെങ്കിൽ ആ അറിവിന്റെ കേന്ദ്രമായ ആത്മാവിനെ ഒറ്റയ്ക്ക് വലിച്ചൂരിയെടുക്കപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദനയും കഠിനതയും എന്തായിരിക്കുമെന്ന് നിരൂപിക്കാമോ? നമുക്ക് കഴിയില്ല. അത് വല്ലാത്ത വേദനയാണ്. പക്ഷെ ആ വേദന അനുഭവിക്കുന്ന ആളുകൾ അനുഭവിക്കുമ്പോ നമ്മളത് അറിയുന്നില്ല. എത്ര കണ്ട് വേദനയുണ്ടെന്ന് അറിയുന്നില്ല. ചിലരുടെ കൂളായ കടത്ത യാതൊരു കുഴപ്പമില്ല, നല്ല കടത്തം. പക്ഷെ ആ നന്ന കടത്തിന് വേദനയില്ലാതെ നമ്മൾ മനസ്സിലാക്കില്ല. ഇനി വേദനയോട് കൂടെ അസഖ്യത പ്രകടിപ്പിച്ചിട്ട് ഒരാൾ പോയാൽ അയാൾ മോശം മനസ്സിലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് തന്നെ ഇതിൽ നമുക്ക് ലേശം കാണുന്നു. ഈ ഭാഗത്തിന്റെ ലേശം നമ്മൾ സംസാരിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം സംസാരിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൽമാൻ ഫാരിസി നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മയ്യത്ത് മരിച്ചു കഴിഞ്ഞ ശേഷം 3 കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം നിരീക്ഷിച്ചു. ആ 3 കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് ആ മയ്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശ്വാസം പറയാനും സഹതാപം പറയാനും പറ്റും. അവന്റെ നെറ്റി വിയർത്തിട്ട് നെറ്റിയും വിയർപ്പിന്റെ കണങ്ങളുണ്ടോ? ആ വിയർപ്പിന്റെ വഴികളുണ്ടെങ്കിൽ വിയർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ അവന്റെ 2 കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിയിട്ടുണ്ടോ? കണ്ണിന്റെ അളവ് ജലമുണ്ടോ? നീരുണ്ടോ? നൊലോളിച്ചുണ്ടോ? ചിരിച്ചു മരിക്കല്ല. കണ്ണിന്റെ അവിടെ നല്ല നൊലോളിച്ചിട്ട് അവന്റെ കണ്ണിൽ നിന്ന് നീര് വന്നിട്ടുണ്ടോ? കണ്ണീരൊഴുകിയിട്ടുണ്ടോ? വന്തശരത്ത് മനുഷ്യാഹു അവന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾ അല്പം വീഴ്ത്തിയിട്ടുണ്ടോ? വീഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? മൂക്കിന്റെ കുട്ടിന് വേണ്ടിയാണെന്ന് പറയല്ലേ? ആ മൂക്കിന്റെ ആദ്യ ഭാഗങ്ങളിൽ അല്പം വീഴ്ത്തിട്ട് അവൻ എന്തോ ഭീകരതയായി വെച്ചിട്ട് അങ്ങനെ വീഴ്ത്തിട്ട് അവന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾ വരുന്നുണ്ടോ? മരിക്കുന്ന സമയത്ത് ആ മയ്യത്തിന് അല്ലാഹുവിൽ നിന്ന് വർഷിച്ച കാരുണ്യത്തിന്റെ അടയാളമാണെന്ന് ശരിയോടാണ് സുഹൃത്ത്. കരഞ്ഞു കണ്ണീരൊഴുക്കിയത് ആ സമയത്തുണ്ടെങ്കിൽ, നെറ്റിത്തടം തീർത്തുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തിനാ? തണുപ്പ് കാലത്ത് മരിക്കുകയാണെങ്കിൽ ആ ഭീകരതയോട് മല്ലിട്ടിട്ട് അയാൾ അനുഭവിച്ച ആ വേദനയുടെ കാഠിന്യത്തിന്റെ പേരിലുള്ള വിയർപ്പാണ്. നെറ്റിത്തടത്തിനുണ്ടെങ്കിൽ, കണ്ണിൽ നിന്ന് വെള്ളം പോലിട്ടുള്ള കണ്ണീരൊഴുകിയുണ്ടെങ്കിൽ, മൂക്കിന്റെ ആ ആധ്യാത്മകം അത് നാസികാഗ്രഭാഗം ആ ഭാഗം ഒരാൾക്ക് മുഴുത്തിട്ടും കരന്നിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ وحمد لونه وأزبد سبطاه فهو عذاب من الله حل به. ഒരാൾ പഴത്തിന് മുട്ടക്കിട്ട് കൊല്ലപ്പെടുന്ന കഴുത മുക്കയിടുന്നത് പോലെ മുക്കയിടുന്നു. അയാളുടെ നിറം നിവർണ്ണമായി പറ്റ് അയാളുടെ നിറം തന്നെ കെട്ടുപോയോ? അയാളുടെ പോരാച്ചിലൂടെ മരമൊന്നു അവസാനം പിടിച്ചു നിൽക്കുന്നതല്ല ഈ പറയുന്നത്. സാധാരണഗതിയിൽ ലോകത്തിന്റെ അവസ്ഥ വേറുണ്ടാകും. അല്ലാതെ പോരാച്ചിലൂടെ രക്തം വന്നിട്ട് പതക്കിട്ട് പോകുന്നവർ രക്തമുണ്ടോ? മരണസമയം നടക്കുന്ന അല്ലാഹുവിന്റെ തൽക്കാല പീഡനമാണ്. ചിലപ്പോൾ നല്ല പീഡനമാവും, ചിലപ്പോൾ ശേഷമുള്ളതിലേക്കുമുള്ള സൂചനയായ പീഡനവുമാവുമാകും. തന്റെ മഹാനായ ഹാക്കിം തന്റെ പുസ്തകത്തിൽ നിവേദനം ചെയ്ത ഹദീസ്. ഈ 2-3 അടയാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നോക്കാം എന്ന് കരുതിയിട്ട് മുഅ്മിനായ മനുഷ്യന് ആ വിധത്തിൽ വേദനയും വെപ്രാളവും കണ്ടാൽ അതുകൊണ്ട് തന്നെ അയാൾ മോശം വിചാരിക്കാൻ പാടില്ല. ഒരാൾ സന്തോഷത്തിലാണ് മരിക്കുന്നത്, ചിരിച്ചു മരിക്കാതെ നമ്മൾ പറയുന്നില്ലേ? അങ്ങനെ കണ്ടാൽ അയാൾ ഉഷാറാണെന്ന് മനസ്സിലാക്കണം. പച്ചക്കാസും അങ്ങനെ മരിക്കുമെന്ന് ശരിയോട് നിവേദനം ചെയ്യുന്നു. ഇതാ لم يبلغه بعمله شد عليه من الموت ليبلغ سكرات الموت وشدائده درجته من الجنة. أشرف الخلق വിവരിക്കുന്നു, ഒരു മൂമിനായ മനുഷ്യൻ അയാളെ വിശ്വാസിയാണ്. ആ വിശ്വാസിയെ അല്ലാഹു തആല സ്വർഗം നൽകി ആദരിച്ചിരിക്കുന്നു, സ്വർഗസ്ഥനാക്കി നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ അയാളുടെ മക്കളിൽ തെറ്റുവന്നുപോയി, പാപങ്ങൾ സംഭവിച്ചു. ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമില്ലാതെ അയാൾ ഈ ജീവിതയാത്രയിൽ 4ാം ഘട്ടത്തെ യാത്രയിൽ എങ്ങനെ കഴിഞ്ഞുകൂടി? പ്രായശ്ചിത്തമുണ്ടായി. അങ്ങനെയുള്ള മൂമിനുകൾ തന്നെ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടാത്ത വല്ലത് വിളിക്കുന്നുണ്ടെങ്കിൽ ആ പൊറുക്കപ്പെടാത്തതിന്റെ ഒരു ചെറിയ അംശം ആ പാപത്തിങ്കിലേക്ക് അദ്ദേഹത്തിന്റെ അമല് കൊണ്ട് എത്താനായില്ല. പാപം പൊറുക്കാൻ സൽക്രമങ്ങൾ കൊണ്ട് കുറ്റങ്ങൾ പൊറുക്കുമല്ലോ, ആ കുറ്റങ്ങൾ പൊറുക്കാൻ അവരുടെ സത്വമൊക്കെ എത്തിയില്ലാതെ വന്നു. പാപങ്ങൾ ഇനിയും കിടക്കുന്നു. അല്ലാന്റെ നിശ്ചയം അയാൾ സ്വർഗത്തിലാണ്. കാരണം ഈമാൻ ശക്തമാണ്. അങ്ങനെ ഈമാൻ ശക്തമുള്ളയാളാണ് അദ്ദേഹം. അയാളുടെ മരണം അല്ലാഹു തആല കടുപ്പമാകും.
ശക്തമായ മരണമാക്കും. അല്ലാഹു തആല അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി അയാളുടെ അനുഭവപ്പെടുന്ന സക്കറാത്തുൽ മൗത്ത് കൊണ്ടും ഭീകരമായ അനുഭവങ്ങൾ കൊണ്ടും അല്ലാഹു അയാളെ എത്തിക്കാൻ സ്വർഗ്ഗത്തിൽ നിന്നും അയാൾക്ക് അല്ലാഹു നിശ്ചയിച്ച പദവിയിലേക്ക് എത്തിക്കാൻ. മനുഷ്യർ അവിശ്വാസി പക്ഷെ നല്ല മനുഷ്യനെ ലളിത ജീവിതം നയിച്ച സത്യസന്ധമായി ജീവിച്ച നല്ല മനുഷ്യൻ. ചില അവിശ്വാസികൾ അങ്ങനെ ഉണ്ടല്ലോ, ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ആദരിച്ചില്ല, ഈമാൻ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചില്ല. അങ്ങനത്തെ നല്ല മനുഷ്യൻ, അങ്ങനത്തെ നല്ല മനുഷ്യൻ നല്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾക്ക് മരണം ബിരുദമാവും. അല്ലാഹു തആലയുടെ മരണം ബിരുദമാവും. എന്തിന്? അയാൾ ചെയ്ത നന്മകൾക്കൊക്കെയുള്ള പ്രതിഫലം അയാൾക്ക് ഈ ദുനിയാവിലേ ഉള്ളൂ. അത് നല്ലോണം കിട്ടാൻ ഇതുവരെ കൊടുത്തതിൽ അപ്പുറമുള്ള സൽക്രമമുണ്ട്. ചില അവിശ്വാസികൾ അങ്ങനെ കാണൂലേ, മനുഷ്യദ്രോഹമായി ഒന്നും ചെയ്തില്ല. അയാളുടെ മതവിശ്വാസം അനുസരിച്ചൊക്കെ അയാൾ ജീവിച്ചു. അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ മാനവികതയ്ക്കനുസരിച്ച് അയാൾ കൃത്യമായിട്ട് ജീവിച്ചു. എല്ലാ മാനവികതകളും പഠിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. പക്ഷെ മുന്നിലല്ല ഇസ്ലാമില്ല, ഒരു രക്ഷയില്ല. അയാൾക്ക് ഇല്ലാതെ കിട്ടും. അയാൾ ചില സൽക്രമങ്ങൾ ഒരു 3000 വർഷം ചെയ്തതിനപ്പുറം സഹസ്രക്കണക്കിലുണ്ട്, കോടിക്കണക്കിലുണ്ടെങ്കിൽ ആ നന്മകൾക്കൊക്കെയും അല്ലാഹു തആല പകരം ഇവിടുന്ന് സവാബ് നൽകട്ടെ. ആ സവാബ് അയാൾക്ക് മരണത്തിന്റെ വേദനയെ പൂകരിച്ചുകൊണ്ട് എളുപ്പമാക്കി കൊടുത്തുകൊണ്ട് അയാൾക്ക് അല്ലാഹു തആല അത് കൊടുക്കും. പിന്നെ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹു തആലാന്റെ ഹിന്ദിസ് ഭദ്രമാകാൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് സമ്പ്രദായ പ്രകാരം ഒക്കെ സംഭവിക്കും. എങ്കിലും നമുക്ക് ആശിക്കാം അല്ലാഹു റസൂൽ പറഞ്ഞു പ്രകാരം ഈ നെറ്റി വീർക്കുന്നു മറ്റൊക്കെ വരുമ്പോ മഹാനായ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഒരു സഹോദരപുത്രൻ മരണാസന്നനായി കിടക്കുന്നു. വളരെ മുന്നിലേക്ക് കുറെ നേരം നോക്കി സഹിക്കാൻ പറ്റാത്ത പ്രയാസമാണ് കാണിക്കൊണ്ടിരിക്കട്ടെ. അവസാനം അദ്ദേഹത്തിന്റെ നെറ്റി ഇങ്ങനെ വീർക്കുന്നത് കൊണ്ട് പിതൃവ്യനാണ്. ആ പിതൃവ്യൻ ചിന്തിച്ചു, ഈ കുട്ടി മരിക്കുമ്പോഴേ അയാൾ ജീവനറിഞ്ഞ ദേശം നെറ്റി ഇങ്ങനെ വീർത്തി കണ്ടപ്പോ ചിന്തിച്ചു. അപ്പൊ ചോദിച്ചു ആളുകൾ, എന്താ എന്താ നിങ്ങളെ ചിന്തിക്കുന്നത്? ഇതപ്പ് ചിന്തിക്കാൻ അദ്ദേഹം പറഞ്ഞു, മസ്ഊദിന്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ യജമാനൻ ഞാൻ കേട്ടിട്ടുണ്ട് അവരെന്ന് പറയുന്നത്, ഒരു വിശ്വാസയുടെ ആത്മാവന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് കണങ്ങൾ തെറിച്ചുകൊണ്ടായിരിക്കും. കഴുതയുടെ പോകുമ്പോൾ ഉണ്ടാകുന്ന മുക്രയും ആ ശബ്ദം വിടുന്നത് പോലെ അട്ടഹാസം പോലത്തെ അട്ടഹാസത്തോടെ പോരാച്ചിയിലൂടെ കേല പോയിക്കൊണ്ടോ പട പോയിക്കൊണ്ടോ പോകുന്നത് പോലെയാണ് ഒരു അവിശ്വാസിയായാൽ മരിക്കുകയെന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ തന്നെ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ സമയത്ത് മരണവേദനയാൽ ശക്തമാക്കും. അതുകൊണ്ട് അയാളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പൊറുക്കാനും അതിന് പ്രായശ്ചിത്തമാകാനും അവിശ്വാസിക്കോ തിരിച്ചും വരാം. അയാളുടെ സൽക്രമങ്ങൾ പകരം മരണം ലളിതമാക്കിയെന്നും വരാം. ഇത് ഇബ്നു മസ്ഊദ് പറഞ്ഞു വന്ന് കേട്ടതുകൊണ്ട് എന്റെ ഈ കുട്ടി മരിക്കുന്ന നേരത്തെ അനുഭവിച്ച ആ കാഠിന്യമൊക്കെ ആ പാപം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാഠിന്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. പകരം ഈ കുട്ടിയുടെ നെറ്റി വീർത്തപ്പോൾ അത് മൂമിനായ മനുഷ്യന്റെ വീർപ്പാണ്. ആ മൂമിനായ മനുഷ്യന്റെ റൂഹ് പോയതിന്റെ അടയാളമാണെന്ന് ഞാൻ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് അല്പം ചിന്തിച്ചു. ഇതുപോലെ മരിക്കാൻ കഴിയണം. ഇതൊരു മരണവേദനയാണ്. പിന്നെന്താ മലക്കുന്ന പിടിക്കുന്ന ആൾക്കാർ മലക്കും ആരെങ്കിലും നാടുമ്പോൾ വലിക്കാം. ഞാൻ വിലയിരിക്കുന്നില്ല. ഓരോരോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട് മലക്കും നോക്കി
നിങ്ങൾ എങ്ങനെയാണ് അവിശ്വാസിയെ പിടിക്കുക, എനിക്കൊന്ന് കാണിക്കാമോ? ഈ രൂപത്തിൽ തന്നെ വരുവാതെ ഇബ്രാഹിം നബിയോട് പറഞ്ഞുകൂടെ നല്ലൊരു സ്ഥിതി ഒരു ലേശം മന്ദി ആ മറിഞ്ഞിടയിൽ ഈ മരം ആ രൂപം പോട്ടിട്ട് കണക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായിരുന്നു. കാണാൻ കഴിയില്ല ഇബ്രാഹിം നബി. കടുകട്ടിയുള്ള ഈമാനുള്ള യഖീനുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ മലക്കുൽ മൗത്ത് അവിശ്വാസിയെയും ദോഷികളെയും പിടിക്കാൻ വരുമ്പോ ആ രൂപം കാണാൻ സാധിക്കുന്ന ഉൾപ്പെടാൻ കഴിയില്ല. അദ്ദേഹം ബോധരഹിതനായിരുന്നു. ഇതാണ് ക്ഷണനേരം കൊണ്ട് അദ്ദേഹം മാറി. അങ്ങനെ കാണുക ഇതിലേറെ പുതിയത് എന്താണെന്നറിയോ? നമ്മൾ ഓരോ മനുഷ്യനും രണ്ട് മനസ്സ് നമ്മളെ അമലുകളെല്ലാം രേഖപ്പെടുത്തുന്നവർ, സൽക്രമങ്ങൾ എടുക്കുന്ന മലക്ക് ദുഷ്കർമ്മങ്ങൾ. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചവരാണോ? ഈമാൻ കൊണ്ടവരാണ്. മദ്രസയിൽ പഠിച്ചവരുമാണ്. അള്ളാന്റെ ഹബീബായ ഗുണങ്ങൾ പഠിപ്പിച്ചതുമാണ്. വിശ്വസിക്കാതിരിക്കാൻ ഖുർആന്റെ പ്രഖ്യാപനമായി ഒരു വാക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? റഖീബും അതീദും രേഖപ്പെടുത്താതെ ഈ രണ്ട് മലക്കുകൾ കൊണ്ടൊരു ശാപവാക്യം, ഈ മലക്കുകൾ കൊണ്ടൊരു അനുഗ്രഹവാക്യം, ഇത് രണ്ടും അനുഭവിക്കുക എന്നത് മരണത്തിന്റെ സമയത്ത് ആ മരിച്ച മയ്യത്ത് അനുഭവിച്ചതാകും. ഇത് നേടിയപ്പെട്ടു നമുക്ക് അടങ്ങിക്കിടക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് നിരൂപിക്കാനാവില്ല. കയറിപ്പോകുന്ന ആ മലക്കുകൾ എന്നവരെ തൊട്ട് റിപ്പോർട്ട് മഹാന്മാര് പറഞ്ഞതായിട്ട് രണ്ട് മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രണ്ട് മലക്കുകൾ അവന്റെ രേഖപ്പെടുത്തലുകൾ കഴിഞ്ഞാൽ മരണത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ആ മരണവും കഴിഞ്ഞിട്ടുള്ള ആ സമയമുണ്ടല്ലോ, മരണത്തോടടുക്കുന്ന സമയം, ആ സമയത്ത് ഈ രണ്ട് മലക്കുകൾ കയറി പോകുമ്പോ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ മലക്കുകൾക്ക് സന്തോഷമോങ്ങിയ മലക്കുകളാണെങ്കിൽ ആ മലക്കുകൾ പറയും ജസാഖല്ലാഹു അന്നാ മിൻ ജലീസിൽ ഖൈറാ, നീ ഞങ്ങൾക്ക് നല്ല ഒരു കൂട്ടുകാരനായിരുന്നു, നിന്റെ കൂടെ ഞങ്ങൾ ഇരുന്നത് നല്ല ഒരു കൂട്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് അല്ലാഹു തആല അതിനുപകരം നല്ല ജത നൽകട്ടെ. എത്ര നല്ല നല്ല സദസ്സുകളിലാണ് നീ ഞങ്ങൾ ഇരുത്തിയത്. മറന്നു കേൾക്കാനിരുത്തിയില്ലേ, ദിക്ർ ചൊല്ലാനിരുത്തിയില്ലേ, പള്ളി ഇരുത്തിയില്ലേ, നിസ്കരിച്ചാനിരുത്തിയില്ലേ, ഖുർആൻ ഓതിയിരുത്തിയില്ലേ, നല്ല നല്ല സദസ്സുകളിൽ നീ ഞങ്ങൾ ഹാജരായിക്കൊണ്ട് ഞങ്ങൾ ഹാജരായിരിക്കെ എത്ര സൽക്രമങ്ങളാണ് ഞങ്ങളുടെ മുൻപാകെ വെച്ച് ചെയ്തത്. എവിടെയൊക്കെ ഞങ്ങൾക്ക് ഹാജരാകാൻ കഴിഞ്ഞു. നീ കേൾപ്പിച്ച എത്ര നല്ല സംസാരങ്ങളാണ്. നല്ല കൂട്ടുകാരൻ നിനക്ക് അല്ലാഹു തആല ജസ നൽകട്ടെ. ആ രണ്ട് മലക്കൂരുടെ ആശ്വാസവാക്കുകളും പ്രാർത്ഥനാവാക്കുകളും അനുഗ്രഹാവശസ്തുകളും കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ നോക്കുന്ന നോട്ടമാണ് ആ കണ്ണുകൾ നട്ടുകൊണ്ട് നോക്കുന്ന നോട്ടമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണ പ്രകാരം ഞങ്ങൾ എത്തിയെന്ന് മുഹൈബിന് കൊടുക്കുന്ന മഹാൻ അതേസമയം സ്വഹിബുമാരുടെ വൈദ്യുതി ദുഷ്ടമങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ നേരെ തിരിച്ചിടും. ഒരു നന്മയും നിനക്ക് അല്ലാഹു തആല തരാനില്ല. മഹാമോശം കൂട്ടുകാരൻ എത്ര മോശമോസങ്ങളിലാണോ നീ ഞങ്ങളെ കൊണ്ടുപോയത്. എത്ര തവണ മദ്യഷാപ്പിൽ, എത്ര തവണ വിനോദത്തിൽ, എത്ര തവണ വിനോദത്തിന്റെ സദസ്സിൽ, എത്ര തവണ വേണ്ടാത്തിടത്ത്, വേണ്ടാത്ത സ്ഥലങ്ങളിൽ നീ ഞങ്ങളെ എത്ര കൊണ്ടുപോയി. ഞങ്ങളും നിന്റെ കൂടെ പോരേണ്ടി വരുന്നില്ലേ. അള്ളാന്റെ പവിത്രരായ മലക്കുകൾ അള്ളാന്റെ ബഹുമാനപ്പെട്ട മാസൂമികളായ മലക്കുകൾ അലിഹിഷാജുള്ള മലക്കുകളാണ് നമ്മൾ കള്ളുഷാപ്പ് കൊണ്ടുപോകുന്നത്. അതിനെയാണ് നമ്മൾ മോശപ്രകടനം കൊണ്ടുപോകുന്നത്. അതിനൊക്കെ പകരം ആ മരിക്കുന്ന സമയത്ത് ഈ മലക്കന്റെ ഭീകര രൂപത്തിൽ തന്നെ ആ മലക്ക് വന്നിട്ട് നമ്മളോട് പറയും, എത്ര ചീത്ത വൃത്തികൾക്ക് നീ ഞങ്ങളെ സന്നിഹിതനാക്കിയല്ലോ, എത്ര വൃത്തികെട്ട മോശം സംസാരങ്ങൾ നീ ഞങ്ങളെ കേൾപ്പിച്ചോ. ഈ കിട്ടുന്നതൊക്കെ തീരാവട്ടെ. മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആ നട്ടുള്ള നോട്ടമില്ലേ, നമ്മൾ അടക്കണം കണ്ണിൽ പറയുന്നേ, കണ്ണടക്കണം തന്നില്ലേ. ആള് മരിച്ചു പോയാൽ അവന്റെ കണ്ണടക്കണമെന്ന് പറഞ്ഞാൽ കണ്ണടക്കുമ്പോഴുള്ള നോട്ടം ഈ മലക്കല്ലേ നോട്ടമാണ്. ഇത് നല്ല മലകളെ കൊണ്ടുള്ള സന്തോഷത്തിന്റെ നോട്ടമാണോ, ശാപവാക്കുകൾ കേട്ടുകൊണ്ടുള്ള ദുഃഖത്തിന്റെ നോട്ടമാണോ? നമുക്കും പറയാൻ കഴിയില്ല.
ആ സമയത്ത് അനുഭവമാണ്. അള്ളാഹു ആ സമയത്ത് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.